വെൽക്കം ടു ധൻ മലയാളം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SIP മോഡലിൽ എങ്ങനെ ധൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇക്വിറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ ETFs, മ്യൂച്വൽ ഫണ്ട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് SIP വഴി നിങ്ങളുടെ സ്വന്തം ആപ്ലിക്കേഷൻ ധൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി SIP വേണോ, വീക്കിലി SIP വേണോ, മന്ത്ലി SIP വേണോ, ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇനി ബഡ്ജറ്റ് വൈസിട്ടാണെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഡെയിലി 100 rupees അല്ലെങ്കിൽ ഡെയിലി 500 rupees അല്ലെങ്കിൽ വീക്ക്ലി 1000 rupees ഓർ വീക്ക്ലി 500 rupees ഓർ വീക്ക്ലി 5000 rupees, മന്ത്ലി 10,000 rupees. അത് നിങ്ങൾ വിദേശത്തായിക്കോട്ടെ സ്വദേശത്തായിക്കോട്ടെ നിങ്ങൾക്ക് SIP ചെയ്യാൻ ആരുടെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 100% ബെനിഫിറ്റും നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ ധൻ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ധൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ധന്നിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. തീർച്ചയായിട്ടും ധന്നിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയാത്തവർ, സംശയമുള്ളവർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നമ്പർ ഉൾപ്പെടെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരും. വീഡിയോ മുഴുവൻ നിങ്ങൾ ആദ്യം മുതൽ കാണുക, വീഡിയോ കാണുകയും നിങ്ങളതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും ശ്രമിക്കുക. സോ ഇനി ഇതിൻ്റെ ഓർഡർ എങ്ങനെ നമുക്ക് SIP സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് നിങ്ങൾക്ക് ഒരുപാട് ഇത്തരം ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല. SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോട്ടോകോൾ. ഇപ്പോൾ ഇത്തരം ഒരു അല്ലെങ്കിൽ പ്രോസസ്സ്, ഇത്തരം ഒരു സാധനം എന്നൊക്കെ പറഞ്ഞ് ബാങ്കിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഗൈഡൻസ് തന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ഏജൻസീസ് വഴി അത് വിഡ്രോ ചെയ്ത് പോയി അങ്ങനെയാണ് SIP ഒക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്താ പറയുക, സർവീസ് ഫീസസ്, അവരുടെയൊക്കെ പേർക്സ് ഒക്കെ പോയിട്ട് മാത്രമേ നമ്മൾക്ക് എന്ത് കിട്ടത്തുള്ളൂ. നമുക്ക് കിട്ടേണ്ടത് ബെനിഫിറ്റിൻ്റെ ഒരു നല്ലൊരു ശതമാനം എന്ത് പോകുന്നു, പുറത്ത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസിക്ക് പോകുന്നു. പക്ഷെ നിങ്ങൾ ധന്നിൻ്റെ SIP മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈക്വിറ്റീസിന് വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ബഡ്ജറ്റിൽ മാസം ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന കുറഞ്ഞ തുക എത്രയുണ്ടോ അതിന് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സ് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഗുണം എന്താണ്? അതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ടിൻ്റെ 100% ബെനിഫിറ്റും നിങ്ങൾക്കുള്ളതാണ്. സോ ലെറ്റ്സ് ബിഗിൻ അവർ SIP പർച്ചേസ്. SIP എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ മാനുവലി പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം, പുതിയ SIP തുടങ്ങാം, ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിർത്താം. ഇതെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കപ്പോൾ SIP പറ്റി നോക്കാം. ജസ്റ്റ് സ്ക്രീനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ ഹോം സ്ക്രീന്. ധന്നിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് SIP ചെയ്യാം. ധന്നിൻ്റെ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയുന്ന ഒരാൾക്ക് ധന്നിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വെരി ഈസി തന്നെയാണ്, സെയിം തന്നെയാണ്. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. സ്ക്രീൻ ചെറുതാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഹോം പേജിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ആണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടുന്ന ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ ഗോൾഡ്, എല്ലാവരുടെയും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്താണ്, ഗോൾഡാണ് അല്ലേ. അപ്പോൾ ഗോൾഡിൽ നമുക്ക് ഗോൾഡിൻ്റെ ഒരു ഗോൾഡ് ബീസ് എന്ന് സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗോൾഡിന് ചെറിയ തോതിലുള്ള ഗോൾഡ് മാർക്കറ്റിനെ, ഗോൾഡിനെ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് ഗോൾഡ് ബീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എല്ലാറ്റിനെയും സ്റ്റോക്കിനെയും നമുക്ക് SIP ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഗോൾഡ് ബീസ് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സിംപ്ലി ഗോൾഡ് ബീസ് എന്നിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, അവിടെ ഉടനെ തന്നെ എന്ത് വന്നു, നിപ്പോൺ ഗോൾഡ് ETF. വാട്ട് ഈസ് ETF? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് നമുക്കവിടെ കാണിക്കും. എന്താണ് ETF, ഏത് രീതിയിൽ ETFനെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും അതിനെ കാണണം. ഓക്കെ, സോ ഇപ്പോൾ ഞാനിപ്പോൾ ഗോൾഡ് ETF ഞാൻ സെലക്ട് ചെയ്തു. ബൈ ചെയ്യണം, എനിക്ക് ഗോൾഡ് ETF ബൈ ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു, ബൈ ക്ലിക്ക് ചെയ്തു. അപ്പോഴേക്കും ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ ഓപ്പൺ ആയി കേട്ടോ. ഫ്ലോട്ടിംഗ് വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ സെയിം ഇക്വിറ്റീസ്, സ്റ്റോക്സ് മേടിക്കുന്ന അതേ മാതൃകയിൽ തന്നെ ട്രേഡിങ് ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ബൈ ചെയ്ത് വെക്കാം. രാവിലെ വാങ്ങി വൈകുന്നേരം നിങ്ങൾക്ക് ബീസ് വെക്കാം. അതേമാതിരി പേ ലേറ്റർ തന്നെ നിങ്ങൾക്ക് മാർജിൻ ട്രേഡ് ഫെസിലിറ്റി തരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട്, നിങ്ങളൊരു പോർഷൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ആര് തരുന്നുണ്ട്, തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത്തരം ഫെസിലിറ്റി യൂസ് ചെയ്യാം, ഇൻവെസ്റ്റിംഗ് യൂസ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഓർഡർ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ്, ഇതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ
ഇൻവെസ്റ്റിങ്ങിലേക്ക് വന്നു. ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴേക്കും നമ്മൾക്ക് എന്താ വേണ്ടത്? SIP മോഡലിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഈ വിൻഡോയിൽ തന്നെ നമുക്ക് ബൈയിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ഏറ്റവും നേരെ താഴെ നോക്കൂ. ഇവിടെ അതിന് മുന്നേ ഇവിടെ ക്വാണ്ടിറ്റി എത്രയാണ്? നമുക്ക് 100 ക്വാണ്ടിറ്റി. എനിക്കിപ്പോൾ 100 ക്വാണ്ടിറ്റി അത് ഇപ്പോൾ വേണം. ഇത് ഇൻസ്റ്റൻ്റ്ലി ബൈ. നേരെ താഴെ മോർ ഓപ്ഷൻ കണ്ടോ? മോർ ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഇത് ഇവിടെ നോക്ക്, ക്രിയേറ്റ് SIP അല്ലേ? അപ്പോൾ ക്രിയേറ്റ് SIP നമ്മൾ എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് SIP ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓർഡറിൻ്റെ ഫോർമാറ്റ് തന്നെ കൃത്യമായിട്ട് മാറുന്നുണ്ട് കണ്ടോ? അപ്പോൾ ഓർഡർ ഫോർമാറ്റ് മാറിയിട്ട് പകരം ഇവിടെ ഇൻവെസ്റ്റിംഗ് അത് ഇതൊക്കെ മാറിയിട്ട് എന്താ വന്നേക്കുന്നത്? ഡെയിലി, വീക്ക്ലി, മന്ത്ലി. എന്തുകൊണ്ടാണ് മന്ത്ലി കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്? നോർമലി നമ്മുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ജനറലൈസ് ചെയ്ത് നോക്കുമ്പോൾ മന്ത്ലി ആണ് നമ്മുടെ സാലറീസ്, നമ്മുടെ ഇൻകം ഒക്കെ നമ്മൾ മന്ത്ലി വൈസ് ബഡ്ജറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ, വീട്ടിലൊക്കെ ബഡ്ജറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓരോ മാസം നമുക്ക് എല്ലാ ചിലവും പോയിട്ട് എത്ര രൂപ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോമൺ മാൻ ഫിലോസഫിയിലാണ് നമ്മളിപ്പോൾ മന്ത്ലിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഡെയിലിയിലാക്കാം, വീക്കിലിയിലാക്കാം, മന്ത്ലിയിലാക്കാം. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു വരാം. ഡെയിലി. അപ്പോൾ ഡെയിലിയിൽ എന്താണ്? ആദ്യം നമുക്ക് ബൈ ക്വാണ്ടിറ്റി, ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ബൈ ക്വാണ്ടിറ്റി? ബൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓരോ ദിവസവും എനിക്ക് നിശ്ചിത ക്വാണ്ടിറ്റിയിൽ എനിക്ക് ETF വാങ്ങണം. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ദിവസം 10 എണ്ണം വെച്ച് എനിക്ക് എൻ്റെ കയ്യിൽ കാശുണ്ട്, എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഞാൻ കാശ് നിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാ ദിവസവും 10 ഈ ഏത് ETF ആണ്? നിപ്പോൺ ഗോൾഡ് ETF. ഇത് തന്നെ എടുക്കണമെന്നില്ല, ഒരുപാട് ETFs ഉണ്ട് കേട്ടോ. ഗോൾഡ് ETFs എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ETFs ഉണ്ടാവും. പിന്നെ നമുക്ക് അതിലേക്ക് വരാം. അതിപ്പോൾ ഇതെങ്ങനെ 10 എണ്ണം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് 1 വേണം, 1 വെച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി 1 കൊടുക്കാം. ഇല്ല, നിങ്ങൾക്ക് ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ബൈ ഇൻവെസ്റ്റ്മെന്റ് നോക്കൂ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി 1ന്റെ വില എത്രയാണ്? 105 രൂപ 69 പൈസയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 500 രൂപ അലോക്കേഷൻ ഒതുക്കി വെക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ 500 എന്ന് കൊടുക്കും. 500 വെച്ച് നമ്മൾ ചിട്ടിയിലൊക്കെ ചേരുന്ന പോലെ, ഡെയിലി ചിട്ടിയിലൊക്കെ ചേരുന്ന പോലെ നമ്മൾ 500 എന്ന് പറഞ്ഞ അലോക്കേഷൻ കൊടുത്തിട്ട് അപ്പോൾ ഡെയിലി എന്ന് പറയുമ്പോൾ നോക്കൂ, തൊട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ എന്താ എഴുതിയിരിക്കുന്ന? ഓൾ ട്രേഡിംഗ് ഡേയ്സ്. ഡെയിലി എന്ന് പറയുമ്പോൾ ശനിയും ഞായറും അവധി ദിവസങ്ങളിലൊന്നും എടുക്കത്തില്ലല്ലോ. ട്രേഡിംഗ് ഡേയ്സ്, വർക്കിംഗ് ഡേ, ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ദിവസം എന്നാണ്. എല്ലാ ദിവസവും ഷെയർ മാർക്കറ്റ് ഉള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും എന്ത് സംഭവിക്കുന്നു? ആ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും 500 രൂപയ്ക്ക് നിങ്ങൾ ഏത് ETF ആണോ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഈക്വിറ്റി ആണോ സെലക്ട് ചെയ്യുന്നത്, ആ ഈക്വിറ്റിയുടെ 500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള തുകയ്ക്കുള്ള ക്വാണ്ടിറ്റി നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ സേവിങ്സിലേക്ക്, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി അതിന് എത്ര മണിക്കാണ് ആഡ് ആകുന്നത്? ഷെയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ. മാർക്കറ്റ് ടൈമിംഗ്, ട്രേഡ് ടൈം എന്ന് പറയുന്നത് 9:15 ആണ്. പക്ഷെ നമ്മുടെ ETF അല്ലെങ്കിൽ നമ്മുടെ ഈ SIP എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ എമൗണ്ട് എപ്പോഴാണ് ഡെബിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങളുടെയിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 9:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓർഡേഴ്സ് പ്ലേസ്ഡ് ഇൻ SIP ആർ സെൻഡ് ടു എക്സ്ചേഞ്ച് ആഫ്റ്റർ 9:30. 9:30 ശേഷം മാത്രമേ നിങ്ങളുടെ ഓർഡേഴ്സ് SIP എവിടേക്ക് അയക്കത്തുള്ളൂ? എക്സ്ചേഞ്ചിലേക്ക് അയക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നോക്കൂ, ഇതിനെ ഡെലിവറി ആയിട്ട് എടുക്കാം. ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ തന്നെ അത് MTF ആയിട്ട് ഓപ്ഷൻ ഉണ്ട്, ഡെലിവറി ആയിട്ട് ഓപ്ഷൻ ഉണ്ട്, MTF മാർജിനായിട്ട്. ഇപ്പോൾ നോക്കൂ, 422 രൂപ നിങ്ങൾ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന് തന്നെ നിങ്ങൾക്ക് MTFൽ എടുക്കുകയാണെങ്കിൽ നോക്കൂ 112 രൂപയെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ കൂടുതൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ കഴിയുന്നതും ഡെലിവറി മോഡിൽ നമുക്ക് കയ്യിലുള്ള കാശ് വെച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൺ മോർ റിസ്ക് കുറഞ്ഞ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇത്രയും ഫെസിലിറ്റീസ് ആണ് നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു SIP വീക്ക്. അപ്പോൾ അങ്ങനെയാണ് വീക്ക്ലിയിൽ എന്താണ് അതിൻ്റെ ഗുണം? വീക്ക്ലി ആണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ചിലപ്പോൾ തിങ്കളാഴ്ച ഹോളിഡേ ആണെങ്കിൽ ചൊവ്വാഴ്ച കേട്ടോ, അതിലൊന്നും മാറ്റമൊന്നുമില്ല. അപ്പോൾ എല്ലാ വീക്ക്ലി വൺസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ബേസിസിലോ ക്വാണ്ടിറ്റി ബേസിസിലാണെങ്കിൽ എല്ലാ ആഴ്ചയിലും എനിക്കൊരു 10 ക്വാണ്ടിറ്റി വേണം. സിമ്പിൾ, ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുന്നു, വീക്ക്ലി വൺസ് എന്ന് കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ വീക്ക്ലി വൺസും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ സെലക്ട് ചെയ്യുന്ന SIP ഏതിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്
ആ പർട്ടിക്കുലർ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് നിങ്ങളുടെ SIP ഇനിഷ്യേറ്റ് ആകും. ഇനി മന്ത്ലിയിലേക്ക് പോവാം. മന്ത്ലിയിലാണെങ്കിൽ അതും ഇതേ സെയിം തന്നെയാണ്, അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഒന്നുകിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ. ഇപ്പോൾ വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് മന്ത്ലി ഒരു 1000 രൂപയ്ക്ക് എനിക്ക് SIP ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. 1000 രൂപ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് മന്ത്ലി ആണെങ്കിൽ ഡേ 1 ഓഫ് ദ മാസത്തിൻ്റെ 1-ാം തീയതി അന്നത്തെ ദിവസം അവധിയാണെങ്കിൽ അത് എന്നാണോ അടുത്ത ആ മാസത്തിൻ്റെ ഫസ്റ്റ് വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസം അത് ഓട്ടോമാറ്റിക്കലി ട്രിഗറായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഈ എമൗണ്ട് ഡെബിറ്റ് ആകും. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക്, ETF ആണെങ്കിൽ ETF, മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഓക്കെ. സോ ഇനി വേറൊരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ബീസ് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അത് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ ഞാൻ സ്റ്റോക്കിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഏതെങ്കിലും സ്റ്റോക്കിനെയാണ് നിങ്ങൾ കുറച്ചായിട്ട് അക്യുമുലേറ്റ് ചെയ്യണം താല്പര്യമുള്ളത്. ഇപ്പോൾ ചെറിയ വിലയ്ക്കുള്ള സ്റ്റോക്സ്, എക്സാമ്പിൾ സ്വിസ്ലോൺ എന്ന് പറയുന്നൊരു സ്റ്റോക്ക് ഉണ്ട്. നോക്കൂ അതിൻ്റെ വില എത്രയാണ്. അതിൻ്റെ വില ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വിസ്ലോൺ എനർജി ഇതാ വന്നു. ETF എടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്വിസ്ലോൺ എനർജിയുടെ ഇത് വന്നു. നോക്കൂ, സ്വിസ്ലോൺ ആണ് എനിക്ക് വാങ്ങണം 54 രൂപ. എൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ഒരു 5 years കഴിയുമ്പോൾ അതൊരു 200 റുപ്പീസ് ആകാം, അല്ലെങ്കിൽ 500 റുപ്പീസിലേക്ക് പോയെന്ന് വരാം എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെ ഇത് പോകുന്നൊന്നും ഒരിക്കലും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ട്രൂലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി. ഓക്കെ. സപ്പോസ് പലരും ഈ ചെറിയ വിലയ്ക്കുള്ള സ്റ്റോക്സ് ഒക്കെ കൂടുതൽ വാങ്ങി അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതിനും എന്ത് രീതിയിൽ ചെയ്യാം, ഇതേമാതിരി SIP മോഡലിൽ ചെയ്യാം. മന്ത്ലി ഒരു ചെറിയ അലോക്കേഷൻ, ഒരു 2000 റുപ്പീസ് അല്ലെങ്കിൽ 5000 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസ് അല്ലെങ്കിൽ 500 റുപ്പീസ്, നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, SIP ആയിട്ട് വാങ്ങാം. അത് വാങ്ങിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 100% ബെനിഫിഷ്യറി നിങ്ങൾ തന്നെ ആയിരിക്കും. അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും. ഓക്കെ. ഇതിനിടയിൽ ഒരു ഏജൻസി വർക്കിനേക്കൊന്നും സാധ്യതയില്ല. ഏജൻസീസ് കട്ടൊന്നും അവിടെ പോകത്തില്ല. നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങൾ തന്നെ അതിൻ്റെ ഫുൾ ഓണർഷിപ്പ് നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ കണ്ടു. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ദെൻ ബൈ ക്വാണ്ടിറ്റി ഓർ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് എന്നൊക്കെയാണ് അത് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ സ്വിസ്ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയുക, ഏത് സാധനമാണെങ്കിലും നമ്മളിപ്പോൾ TCS അല്ലെങ്കിൽ ഇൻഫോസിസ്, TCS എടുക്കൂ. TCS ബൈ കൊടുത്തു. നിങ്ങൾ ബൈ കൊടുക്കുമ്പോൾ ഇനീഷ്യലി വരുന്നത് ബൈ ഓർഡേഴ്സും മറ്റേ ഷെയർ മാർക്കറ്റിലെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക. നിങ്ങൾക്ക് അതിന് SIP ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളിവിടെ മോർ ഓപ്ഷൻസിലേക്ക് പോവുക. മോർ ഓപ്ഷൻസിൽ നിന്നും ഇവിടെ നമുക്ക് ക്രിയേറ്റ് SIP എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ SIPയുടെ വിഡ്ജറ്റ് വരിക. SIPയുടെ വിഡ്ജറ്റിലൂടെ നമുക്ക് ബൈ ക്വാണ്ടിറ്റി ഓർ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്, ബൈ ഡെയിലി, വീക്ക്ലി, മന്ത്ലി രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ. 9:30 മേളിലായിരിക്കും ഓർഡർ മാർക്കറ്റിലേക്ക് എക്സിക്യൂട്ട് ആവുക. ആ പർട്ടിക്കുലർ ഡേയിൽ, മന്ത്ലി ആണെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ദാറ്റ് മന്ത്, വീക്ക്ലി ആണെങ്കിൽ മൺഡേസ്, ഡെയിലി ആണെങ്കിൽ രാവിലെ എല്ലാ ദിവസവും 9:30, പ്രൊവൈഡഡ് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ദിവസം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ഹൗ. എത്ര സിമ്പിളാണ്. ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയത്തില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുക. നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ട്രേഡ് റെസ്പോൺസിബിളി. ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.